ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ y ഈക്വൽ ടു a ബാർ b പ്ലസ് a പ്ലസ് b ബാർ ഇൻറ്റു c ബാർ. ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ a ബാർ b പ്ലസ് a c ബാർ പ്ലസ് b ബാർ c ബാർ. ഇതിന് ഇനി ഫർദർ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല. കാരണം എന്താണ്, ഇവിടുന്ന് സി ബാർ കോമൺ എടുക്കാനേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കെ മാപ്പ് യൂസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 3 വേരിയബിൾ കെ മാപ്പ് ആണ്. എ ബി സി എന്നിവയാണ് ഇതിന്റെ വേരിയബിൾസ്. അപ്പൊ നമുക്ക് എത്ര സെൽസ് ഉണ്ടാവും? 2�3 8 സെൽസ് ഉണ്ടാവും. അപ്പോൾ 8 സെൽസ് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രോ ചെയ്യുക. 8 സെൽസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഡ്രോ ചെയ്യുക. പിന്നെ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ, ബി സി ഇവിടെ. എന്നിട്ട് നമ്മൾ നമ്പർ കൊടുക്കുന്നത് ഗ്രേ കോഡിന്റെ ബേസിലാണ്. 0 0 0 1 1 0 1 1 ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് 0 1. അപ്പൊ ഇതിന് എ ബാർ റെപ്രസെന്റ് ചെയ്യുക, എ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ ബി ബാർ സി ബാർ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ ബി ബാർ സി, ഇവിടെ ബി സി, ഇവിടെ ബി സി ബാർ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൽ 3 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ആ 3 ഗ്രൂപ്പ്സ് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ്? എ ബാർ ബി. അപ്പോ ഈ എ ബാർ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സെല്ലാണ് വരേണ്ടത്, ബി വരണം. ബി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുക, ബി വരണം എന്നുണ്ടെങ്കിൽ ബി സി, അതേപോലെ ബി സി ബാർ. അപ്പോൾ സിയും സിയും കൂടെ ക്യാൻസൽ ആയി ബി വരും. അങ്ങനെ അതിൽ രണ്ടിലും ആയിരിക്കും നമ്മുടെ എന്തുണ്ടാവുക? 1 കൊടുക്കുക. കാരണം എ ബാർ ബി എന്നാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ സെൽസ് ആയിരിക്കും സെലക്ട് ആവുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് അതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എ സി ബാർ. അപ്പോൾ നമ്മൾ നോക്കുക, എ എന്ന് പറയുമ്പോൾ ഇതായിരിക്കാം. ഇവിടുന്ന് ഈ സെല്ലിൽ ഏതാ വരിക? സി ബാർ ആണ് എനേബിൾ ആവേണ്ടത്. അപ്പൊ 2 സി ബാർ ഉള്ളത് ഏതിലൊക്കെയാ? ഇതിലും ഇതിലും. അവിടുത്തെ ബി ബാറും ബിയും ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? 1 1 വരിക. അങ്ങനെയായിരിക്കും ഒരു ഗ്രൂപ്പ് വരുന്നത്. നെക്സ്റ്റ് ബി ബാർ സി ബാർ. ബി ബാർ സി ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ടും ക്യാൻസൽ ആയി പോണം. ബിയും സിയും മാത്രമേ ഉള്ളൂ, ബി ബാർ സി ബാർ. അതുകൊണ്ട് എന്തായിരിക്കും? ഈ 1ഉം ഈ 1ഉം ചേരുന്ന ഗ്രൂപ്പാണ് വന്നത്. അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗ്രൂപ്പിംഗ് നടത്തിയിരിക്കുന്നത് ഇങ്ങനെയും അതേപോലെ ഇങ്ങനെയും ഇങ്ങനെയുമാണ്. അങ്ങനെയാണ് നമുക്ക് 3 എന്ത് കിട്ടിയത്? ടേംസ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കെ മാപ്പിൽ ഏറ്റവും സിംപ്ലിഫൈഡ് വേർഷൻ കിട്ടണമെങ്കിൽ ലാർജസ്റ്റ് നമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് എടുക്കണം. അതായത് ഒരു ഗ്രൂപ്പിലെ നമ്പേഴ്സ്, ഒരു ഗ്രൂപ്പിലെ സെൽസിന്റെ നമ്പേഴ്സ് ലാർജർ ആയിട്ട് എടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതും കൂടെ ആയിട്ട് ഒരൊറ്റ ഗ്രൂപ്പ് ആക്കാൻ പറ്റും. ഇവിടെ 2 എണ്ണം ആക്കി നിർത്തിയിരിക്കുന്ന ഇത് രണ്ടും കൂടെ ഒരൊറ്റ 4 സെൽസ് വരുന്ന ഒരു ഗ്രൂപ്പ് ആക്കാം. പിന്നെ ഒരു ഗ്രൂപ്പ് ഉള്ളത് ഇത് മാത്രമാണ്. അപ്പൊ അത് നമുക്ക് ഫസ്റ്റ് വേരിയബിളിൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എ ബാർ ബി തന്നെയാണ്. അത് ഇത് രണ്ടും കൂടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തതാണ്. പിന്നെ ഈ 4 സെൽസ് ഉള്ള ഗ്രൂപ്പിൽ നമുക്ക് എ ബാറും എയും ക്യാൻസൽ ആയി പോവും. പിന്നെ ഉള്ളത് ബി ബാർ സി ബാർ, ബി സി ബാർ എന്നുള്ളതാണ്. അവിടെ എന്ത് ക്യാൻസൽ ആയി പോവും? ബിയും ബി ബാറും ക്യാൻസൽ ആയി പോയി, സി ബാർ മാത്രമാവും. അപ്പൊ നമുക്ക് എന്തായി സിംപ്ലിഫൈ ആവും? ഈ 2 ടേമും കൂടെ സിംപ്ലിഫൈഡ് വേർഷൻ ആയിട്ട് സി ആയിട്ട് മാറും. അങ്ങനെ എ ബാർ ബി പ്ലസ് സി. നമുക്ക് ബൂളിയൻ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുക, ഈ 4 സെല്ലുള്ള ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ബി ബാറും ബിയും ക്യാൻസൽ ആയിട്ട് ബാക്കിയുള്ളത് ഏതാ? സി ബാർ ആണ്, സി അല്ല, സി ബാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിനെ എത്ര വേരിയബിൾ ആണോ അവിടെ ഉള്ളത് അതിനനുസരിച്ച് ഒരു കെ മാപ്പ് ആക്കാൻ പറ്റിയാൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടെ ഈസി ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എ ബാർ ബി പ്ലസ് സി ബാർ ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the fastest A to D converter is dash ADC. ഏതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ADC എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിനകത്ത് സിംഗിൾ സ്ലോപ്പ് റാമ്പ് കമ്പാരേറ്റർ, ഡുവൽ സ്ലോപ്പ് ഇന്റഗ്രേറ്റർ, സക്സസീവ് അപ്രോക്സിമേഷൻ ADC, കൗണ്ടർ ടൈപ്പ് ADC. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സക്സസീവ് അപ്രോക്സിമേഷൻ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് വരുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ ആണ്. പക്ഷേ ADCയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്നറിയപ്പെടുന്നത്
ഫ്ലാഷ് ടൈപ്പ് എ ഡി സി എന്നാണ്. ഫ്ലാഷ് ടൈപ്പിന്റെ വേറൊരു നെയിമാണ് പാരലൽ കമ്പാരേറ്റർ ടൈപ്പ്. ഓക്കെ, പാരലൽ, അത് ഓർത്ത് വെച്ചിരിക്കുക. പാരലൽ കമ്പാരേറ്റർ ടൈപ്പ് എ ഡി സി ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അത് നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ഏത്? സക്സസീവ് അപ്രോക്സിമേഷൻ. അപ്പൊ നമ്മൾ ആ ഒരു സ്പീഡിന്റെ ആ ഒരു ഓർഡർ പഠിച്ചു വെച്ചേക്കാം. നമുക്ക് ഡി സി എസ് എഫ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് ഡ്യുവൽ സ്ലോപ്പ് ആണ്, സി എന്ന് പറയുന്നത് കൗണ്ടർ ടൈപ്പ് എ ഡി സി ആണ്, എസ് എന്ന് പറയുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ ആണ്, എഫ് എന്ന് പറയുന്നത് ഫ്ലാഷ് എ ഡി സി ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫ്ലാഷ് ടൈപ്പിന്റെ കൺവേർഷൻ ടൈം എന്ന് പറഞ്ഞാൽ ടി ക്ലോക്ക് ആയിരിക്കും. അതേപോലെ സക്സസീവ് അപ്രോക്സിമേഷൻ്റെത് എൻ ഇൻറ്റു ടി ക്ലോക്ക് ആയിരിക്കും നമ്മുടെ കൺവേർഷൻ ടൈം എന്ന് പറയുന്നത്. അതേപോലെ കൗണ്ടർ ടൈപ്പ് ആണെങ്കിൽ 2n - 1 ഇൻറ്റു ടി ക്ലോക്ക് ആയിരിക്കും. അതേപോലെ ഡുവൽ സ്ലോപ്പിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം 2n + 1 ഇൻറ്റു ടി ക്ലോക്ക് ആയിരിക്കും ഇതിന്റെ കൺവേർഷൻ ടൈം. നമ്മുടെ കൺവേർഷൻ ടൈം ഏറ്റവും കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് ഓഫ് എ ഡി സി കുറയും. അപ്പോൾ കൺവേർഷൻ ടൈമിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്പീഡ്. അപ്പോൾ നമുക്ക് ആദ്യം സ്പീഡിന്റെ ബേസിൽ എഴുതാം. ഡുവൽ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്പീഡ് കുറഞ്ഞത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഡുവൽ സ്പീഡിലാണ് എന്ത്? കൺവേർഷൻ ടൈം കൂടുതൽ. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ളത് കൗണ്ടർ ആണ്, കൗണ്ടർ ടൈപ്പ്. അതിന് തൊട്ട് മുകളിൽ വരുന്നത് കൗണ്ടർ ടൈപ്പ് ആണ്. ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം കൺവേർഷൻ ടൈം = 2n - 1 ഇൻറ്റു ടി ക്ലോക്ക് ആണ്. അതിന് മുകളിൽ നമ്മുടെ സ്പീഡ് വരുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ ആണ്. സക്സസീവ് അപ്രോക്സിമേഷന്റെ കൺവേർഷൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു ടി ക്ലോക്ക് ആണ്. ഇവിടെ ആവുമ്പോൾ 2n - 1 ഇൻറ്റു ടി ക്ലോക്ക്. ഇവിടെ ആവുമ്പോൾ ഏറ്റവും കൺവേർഷൻ ടൈം കൂടുതൽ 2n + 1 ഇൻറ്റു ടി ക്ലോക്ക്. പിന്നെ എന്താണ്? അടുത്തത് ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്, ഫ്ലാഷ് ടൈപ്പ്. ഫ്ലാഷ് ടൈപ്പിന്റെ മറ്റൊരു നെയിമാണ് പാരലൽ കമ്പാരേറ്റർ ടൈപ്പ്. ഇതിൻ്റെ എന്ന് പറയുന്നത് ടി ക്ലോക്ക് തന്നെ ആയിരിക്കും കൺവേർഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ കൺവേർഷൻ ടൈമിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് കൺവേർഷൻ ടൈമിന്റെ ഓർഡറും ഇതെന്ന് പറയുന്നത് സ്പീഡിന്റെ ഓർഡറിലും ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏത് തന്നെയാണ്? ഫ്ലാഷ് ആണ്, അതായത് പാരലൽ കമ്പാരേറ്റർ ടൈപ്പ് ആണ്. അതിന്റെ തൊട്ട് താഴെയുള്ളതാണ് സക്സസീവ് അപ്രോക്സിമേഷൻ. അതാണ് നമുക്കിവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC? നമുക്കറിയാം DAC എന്ന് പറയുന്നത് ബൈനറി വെയ്റ്റഡ് ഉണ്ട്, അതേപോലെ തന്നെ R2R ലാഡർ നെറ്റ്വർക്ക് ഉണ്ട്, ഡെൽറ്റ സിഗ്മ എന്നൊരു ടൈപ്പ് ഉണ്ട്, അതേപോലെ കറണ്ട് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. ഓക്കെ, കറണ്ട് സ്റ്റിയറിംഗ് ടൈപ്പ്. അങ്ങനെ ഇത്രയും ടൈപ്പ് DAC ആണുള്ളത്. ഇതിൽ നമ്മുടെ ബൈനറി വെയ്റ്റഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് വരും. കാരണം അതിനകത്ത് R, 2R, 4R അങ്ങനെ എക്സെട്ര അങ്ങനെ കുറേ നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിക്വയേഴ്സ് വൈഡ് റേഞ്ചസ് ഓഫ് റെസിസ്റ്റേഴ്സ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ ഡിസഡ്വാൻറ്റേജ് മറികടക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? R2R ലാഡർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? R എന്നൊരു വാല്യൂവും അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള ഒരു വാല്യൂവും, ഈ രണ്ട് വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് മാത്രം മതിയാവും നമുക്ക് എന്താണ് ഇതിനകത്ത് ഓപ്പറേഷൻസ് നടത്താനായിട്ട്. അതുകൊണ്ട് തന്നെ DAC എന്ന് പറയുന്നത് ഇതിന്റെ ബൈനറി വെയ്റ്റഡിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, റിക്വയർ വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ്. അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് R2R ലാഡർ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A device which convert BCD to 7 segment display. BCD to 7 segment display എന്ന് പറയുമ്പോൾ ഇൻപുട്ട് എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. 7 സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ BCD എന്ന് പറഞ്ഞാൽ എന്താണ്? BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ് ബൈനറി റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ 4 ബിറ്റ് ടു 7 ബിറ്റ് എന്ന് പറയുന്ന കൺവേർഷൻ ഏതൊരു ഡിവൈസ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്? ഡീകോഡർ യൂസ് ചെയ്തിട്ടായിരിക്കും. ഡീകോഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n ബിറ്റ് ഇൻപുട്ട് ആണെങ്കിൽ 2n ബിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട്. ഇവിടെ ഓപ്ഷൻ എയിലെ എൻകോഡർ ആണെങ്കിലോ 2n ബിറ്റ് ഇൻപുട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് n ബിറ്റ് ആയിരിക്കും. അതാണ് എൻകോഡറിന്റെ കേസ്. മൾട്ടിപ്ലക്സർ ആണെങ്കിലോ മെനി ടു 1 ആണ്.
മെനി ഇൻപുട്ട് ഉണ്ടാവും, ഒരൊറ്റ ഔട്ട്പുട്ടേ ഉണ്ടാവും. ഡിമക്സ് ആവുമ്പോഴോ 1 to many ആണ്. അതായത് ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരുപാട് ഔട്ട്പുട്ട്സ് ഉണ്ടാവും. സോ ഇവിടെ ഓപ്ഷൻ ബി ഡീകോഡർ ആണ്. എന്ത് 7 സെഗ്മെന്റ് BCD to 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് 7447 ICയും 7448 ICയുമാണ് എന്ത് BCD to 7 സെഗ്മെന്റ് ഡിസ്പ്ലേക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ICs. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡേറ്റ ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം സ്പെഷ്യൽ കോഡ് ടു ടെമ്പറൽ കോഡ്. ഓക്കെ, സ്പെഷ്യൽ കോഡ് ടു ടെമ്പറൽ കോഡ് ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ, ഷിഫ്റ്റ് രജിസ്റ്റർ എന്നാണ്. അതുപോലെ ഇതിപ്പോ ഇങ്ങനെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ചിലപ്പോൾ ചോദിക്കും നമുക്ക് പാരലൽ ഇൻ സീരിയൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്, സീരിയൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്. ഇത് ഓരോ ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഇങ്ങനെയാണ് ഓപ്ഷൻ തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സീരിയൽ ഇതിൽ എന്താണ് സ്പെഷ്യൽ കോഡ് സീരിയൽ ഇന്നാണോ പാരലൽ ഇന്നാണോ എന്ന് നമുക്ക് അറിയണം. അതായത് നമ്മുടെ ടെമ്പറൽ കോഡ് എന്ന് പറയുന്നത് ഡേറ്റ ഈസ് റെപ്രസെന്റഡ് ഓവർ ടൈം ആണ്. ടി എന്ന് ഓർത്താൽ മതി, ഓവർ ടൈം. ഇതെന്ന് പറയുന്നത് ഡേറ്റ ഈസ് റെപ്രസെന്റഡ് ആസ് ഓവർ സ്പേസ് ആണ്, ഓവർ സ്പേസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓവർ ടൈം എന്ന് പറയുന്ന ടെമ്പറൽ കോഡ് നമുക്ക് സീരിയലി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ സ്പെഷ്യൽ കോഡ് എന്താണ്, പാരലലി കണക്ട് ചെയ്യാം. സ്പെഷ്യൽ കോഡ് പാരലലിയും ടെമ്പറൽ കോഡ് സീരിയലിയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്താണ്, പാരലൽ ഇൻ സീരിയൽ ഔട്ട് ആണ്. അപ്പൊ ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുക, പാരലൽ ഇൻ സീരിയൽ ഔട്ട്. ഇത് നേരെ തിരിച്ച് ടെമ്പറൽ കോഡ് ടു സ്പെഷ്യൽ കോഡ് എന്നായിരുന്നു എങ്കിൽ എന്ത് പറയായിരുന്നു, സീരിയൽ ഇൻ പാരലൽ ഔട്ട് ആയനെ. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു അതനുസരിച്ച് നോക്കുക. സ്പെഷ്യൽ കോഡ് എന്ന് പറയുന്നത് ഓവർ സ്പേസ് ആണ്, അത് പാരലൽ ടൈപ്പ് ആണ്. ഓക്കെ, അതുപോലെ ടെമ്പറൽ കോഡ് എന്ന് പറയുന്നത് ഓവർ ടൈം ആണ്, അത് സീരിയലി ആണ് കണക്ട് ചെയ്യാൻ പറ്റുക. Okay, so option A is the right answer. Next question. The gates required to build a half adder are. ഹാഫ് ആഡർ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ബിറ്റ് അഡിഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഏതൊക്കെയാണ് 2 ബിറ്റ്സ്, 00, 01, 10, 11. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്റെ അഡിഷൻ നടത്തുമ്പോൾ 0 + 0 0, 0 + 1 1, ഇവിടെ ക്യാരി ഔട്ട്പുട്ട് കൂടെ ഉണ്ട്, ഇത് സമ്മ്, ഇത് ക്യാരി. ദെൻ 1 + 0 1, 1 + 1 0 വിത്ത് ക്യാരി 1. ഓക്കെ, ഇവിടെ ക്യാരീസ് ഇല്ല. അപ്പൊ നമ്മൾ നോക്കുക സമ്മിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇവിടെ ഏത് ഗേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ഡിഫറെന്റ് ഇൻപുട്ടിൽ ഔട്ട്പുട്ട് 1 വരുന്ന ഗേറ്റ് ഏതാണ്, XOR ഗേറ്റ് ആണ്. ഓക്കെ, അതേപോലെ ഇൻപുട്സ് എല്ലാം ഹൈ ആവുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 1 ആവുന്ന ഗേറ്റ് ഏതാണ്, ആൻഡ് ഗേറ്റ് ആണ്. അതുകൊണ്ട് സമ്മിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ XOR ഗേറ്റും ക്യാരിയെ റെപ്രസെന്റ് ചെയ്യാൻ ആൻഡ് ഗേറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക ഗേറ്റ്സ് റിക്വയർഡ് ടു ബിൽഡ് ഹാഫ് ആഡർ എന്ന് പറയുന്നത് XOR ഗേറ്റ് ആൻഡ് ആൻഡ് ഗേറ്റ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash logic family has low power dissipation and Dash has excellent noise immunity. Okay, ക്വസ്റ്റ്യനിൽ എവിടെ നോയ്സ് ഇമ്മ്യൂണിറ്റി ഹൈ എന്ന് കണ്ടാലും നമ്മൾ മനസ്സിലാക്കിക്കോളുക അത് ഹൈ ത്രഷോൾഡ് ലോജിക് ആയിരിക്കും, HTL ആയിരിക്കും. എന്താണ് ഈ ഹൈ ത്രഷോൾഡ് ലോജിക്? അതെന്ന് പറയുന്നത് ഒരു ലോ സ്പീഡ് ലോജിക് ആണ്, ലോ സ്പീഡ് ആയിരിക്കും, ഹൈ ലെവൽ ലോജിക് ആയിരിക്കും, ഹയർ നോയ്സ് ഇമ്മ്യൂണിറ്റി. എന്താണ്, ഹൈ നോയ്സ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ്. ലോജിക് ഫാമിലി യൂസ്ഡ് ഇൻ എൻവയോൺമെന്റ് വിത്ത് ഹൈ നോയ്സ് മാർജിൻ എന്ന് പറയുന്നതാണ് HTL. അപ്പൊ HTL എന്ന ഒരു ഓപ്ഷൻ വേറെ ഒന്നിലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെയാണ്. പിന്നെ RTLന്റെ കേസ് നോക്കുക. ഡാഷ് ഫാമിലി ഹാസ് ലോ പവർ ഡിസിപ്പേഷൻ. അപ്പോൾ RTL എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി CMOS ആണ് ഏറ്റവും ലോ പവർ കൺസംഷൻ ഉള്ള ലോജിക് ഫാമിലി. പക്ഷെ ഇവിടെ പറയുന്നത് RTL കറക്റ്റ് ആണെന്ന് പറയാം, കാരണം ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നതിൽ RTL ആണ് ലോ പവർ കൺസംഷൻ. അതേപോലെ നോയ്സ് ഇമ്മ്യൂണിറ്റി ഇത് മാത്രമേ ഉള്ളൂ, ഹൈ ത്രഷോൾഡ് ലോജിക്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why is a pull-up resistor needed when connecting TTL to CMOS logic? TTL to CMOS logic pull-up resistor യൂസ് ചെയ്യുന്നത് to increase the output high voltage ആണ്.
അതേതാണ് ഓപ്ഷൻ സി ആണ്. അതായത് ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുൾ അപ്പ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ ക്രോസ് കപ്ലിംഗ് ഓഫ് വിച്ച് ബേസിക് ലോജിക് ഗേറ്റ്സ്? നമ്മൾ ഏത് ബേസിക് ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എന്താണ് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ SR ലാച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമുക്ക് നാൻഡ് ഗേറ്റും യൂസ് ചെയ്യാൻ പറ്റും, നോർ ഗേറ്റും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. എങ്ങനെയാണ് ആ ഇംപ്ലിമെന്റേഷൻ വരുന്നത്? ആദ്യം നമ്മളൊരു SR ലാച്ച് വരയ്ക്കുക. SR ലാച്ച് എങ്ങനെയാ വരിക? ഒരു നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് എടുത്ത് മറ്റേ നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആയി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇൻപുട്സ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒരു നാൻഡ് ഗേറ്റിൽ കൊടുക്കുകയാണ്. ഓക്കെ, വേറൊരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നു ഒരു ഇൻപുട്ട്. എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലോക്ക് കൊടുക്കുന്നു. ഒരു ഇൻപുട്ടായിട്ട് ക്ലോക്കും കൊടുക്കുന്നു. ഇവിടെ എസ് ഇൻപുട്ട് ആൻഡ് ഇത് ആർ ഇൻപുട്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ക്ലോക്ക് ആണ്. ഇവിടെ ഔട്ട്പുട്ട് ക്യൂ എടുക്കുന്നു, ഔട്ട്പുട്ട് ക്യൂ ബാർ എടുക്കുന്നു. ഇത്രയാണ് നമ്മുടെ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഇത്ര പോർഷനെ നമ്മൾ പറയുന്നതാണ് SR ലാച്ച്. അത് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ് എന്ത്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അത് നമുക്ക് നാൻഡ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, നോർ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്ലാഷ് ടൈപ്പ് A to D കൺവേർട്ടേഴ്സ് ആർ കോൾഡ്? ഫ്ലാഷ് ടൈപ്പ് A to D കൺവേർട്ടർ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, പാരലൽ കമ്പാരേറ്റർ ടൈപ്പ് ആണ്. അതേപോലെ ഏറ്റവും കൂടുതൽ സ്പീഡും ഏറ്റവും കുറവ് കൺവേർഷൻ ടൈമും വേണ്ടുന്നതാണ്. ഏറ്റവും കുറവ് കൺവേർഷൻ ടൈമും ഏറ്റവും കൂടുതൽ സ്പീഡ് നൽകുന്ന ഒരു ADC ആണ് ഫ്ലാഷ് ടൈപ്പ് ADC. അതിന്റെ വേറൊരു നെയിമാണ് പാരലൽ കമ്പാരേറ്റർ ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ സിസ്റ്റം ഹാസ് ദ ബേസ് ഓഫ് 16? ബേസ് 16 വരുന്നത് ഏതാണ്? ഹെക്സാഡെസിമൽ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് നോക്കാം, ഡെസിമൽ എന്ന് പറയുന്നതിന്റെ ബേസ് എത്രയായിരിക്കും? 10 ആയിരിക്കും. ഒക്ടലിൻ്റെത് 8 ആയിരിക്കും. ബൈനറിയുടേത് 2 ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് സെറ്റ്സ് ഓഫ് ലോജിക് ഗേറ്റ്സ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണ്? നാൻഡും നോറും ആണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. എന്തുകൊണ്ടാണ് ഇവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്? എല്ലാ ഗേറ്റ്സും, അതായത് ആൻഡ്, നോട്ട്, ഓർ, എക്സോർ, ഈ വക എല്ലാ ഗേറ്റ്സും നമുക്ക് ഈ ഗേറ്റ്സ് രണ്ടും കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അവയെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ 1 to 4 demultiplexer how many select lines are required? ഇവിടെ പറയുന്നത് 1 to 4 എന്നാണ്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 2n എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ഇവിടെ n ആണ് സെലക്ട് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, 2n എന്ന് പറഞ്ഞ 4 ആണ്. n അപ്പൊ എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ നമ്പർ ഓഫ് സെലക്ട് ലൈൻ 2 ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രേ കോഡ് റെപ്രസെന്റേഷൻ ഓഫ് 15. 15 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ ആണ്. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ബൈനറി ആക്കുക. 15ന്റെ ബൈനറി എന്ന് പറയുന്നത് എന്താണ്? 111 ആണ്. അതെങ്ങനെയാ കിട്ടിയേ? 8421. അതിൽ 8 + 4 + 2 + 1 15 അല്ലേ? അതുകൊണ്ട് എല്ലാ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുക്കുക. 11112 എന്ന് കിട്ടി. അപ്പൊ ഇത് ബൈനറി ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഗ്രേയിലേക്ക് കൺവേർഷൻ നടത്തണം. ഗ്രേയിലേക്ക് എങ്ങനെയാ കൺവേർഷൻ നടത്തുക? ഫസ്റ്റ് ലെറ്റർ 1 അതുപോലെ തന്നെ എഴുതുക. 1 + 1 ചെയ്യുക. അത് ആൻസർ ആയിട്ട് എഴുതുക 0. ദെൻ 1 + 1 പിന്നെയും ചെയ്യുക. 1 XOR 1 പ്ലസ് അല്ല, XOR ഗേറ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ഓരോന്നിനും XOR ഗേറ്റിന്റെ ഇൻപുട്ട് എങ്ങനെയാ? 0 0 0 1 1 0 1 1 0 1 1 0 ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 1 1 വരുമ്പോൾ എന്താ വരിക? 0 വരും. പിന്നെയും 1 1 വരുമ്പോൾ എന്താണ്? 0. ദെൻ ഓൾസോ 1 1 1 XOR 1 എന്ന് പറയുന്നത് 0. ദെൻ നമുക്ക് ആൻസർ 1 0 0 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബൈനറി ടു ഗ്രേ ആയാലും ഗ്രേ ടു ബൈനറി കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഗേറ്റ് XOR ഗേറ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ ട്രൂത്ത് ടേബിളും XOR ഗേറ്റിന്റെ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് ഇൻ ദ സം ഓഫ് പ്രോഡക്റ്റ്? സം ഓഫ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ പ്രോഡക്ട്സുകളുടെ സം. പ്രോഡക്ട്സിന്റെ എന്താണ്? സം.
അങ്ങനെയാണ്. ഓക്കെ, പ്രോഡക്ട്സിന്റെ സം. അപ്പൊ ഇവിടെ എന്താണ് പ്രോഡക്ട്സിന്റെ സം ആണ് നോക്കേണ്ടത്. ഇവിടെ ഏതൊക്കെയാണ് പ്രോഡക്ട്സ്? CD പ്രോഡക്റ്റ് ആണ്, AB പ്രോഡക്റ്റ് ആണ്. അതിന്റെ സം എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. ഇവിടെ എന്താണ് വരിക? സം ഓഫ് പ്രോഡക്റ്റ് അല്ല, പ്രോഡക്റ്റ് ഓഫ് സം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പോസ് ആണ്. അതേപോലെ ഇവിടെ എന്താണ്? പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ, സം കൊടുത്തിട്ടേ ഇല്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. എപ്പോഴും നമ്മൾ നോക്കുക, SOP എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സിന്റെ സം ആണ്. 2 പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ 3 പ്രോഡക്ട്സുകൾ അതിന്റെ സം എടുക്കുമ്പോഴാണ് SOP ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The terminal count of a mod 10 binary counter. mod 10 binary counter എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 0 to 9 വരെ ആയിരിക്കും കൗണ്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിന്റെ ടെർമിനൽ കൗണ്ട് എന്താണ്? 9 ആയിരിക്കും. 9 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ നമ്പർ ആണ്. 9ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എത്രയാണ്? 1001 ആണ്. 8421 വെച്ച് ചെയ്തു നോക്കിയാൽ 8 + 1 ആണ് 9. സോ ഇവിടെ രണ്ടും 1 കൊടുത്തു. ഇതായിരിക്കും ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.